ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമ്മൾ 2 സോപ്പ് ബോക്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിന്റെ മുകൾ ഭാഗം ഇതുപോലെ ടേപ്പ് വെച്ചോ അല്ലെങ്കിൽ പശ വെച്ചോ ഒട്ടിക്കുക. എന്നിട്ട് ഈ 2 സോപ്പ് ബോക്സും കൂടി ചേർത്ത് ഒട്ടിക്കണം. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുത്തോളൂ. ഇതുപോലെ. ഇനി ഇതിന്റെ സെന്ററിലായിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യണം. എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള ഒരു സാധനം വെച്ച് വരച്ചിട്ട് ഒരു ബ്ലേഡോ കത്തിയോ വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. കൈമുറിയാതെ സൂക്ഷിക്കണേ. പിന്നെ ഇത് നമ്മൾ ഫുഡ് പാഴ്സൽ വാങ്ങുമ്പോൾ കവർ ചെയ്ത് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ആ സിൽവർ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾ കട്ടിയിലൊരു ചട്ടയിൽ ബിസ്ക്കറ്റിൻ്റെ കവറോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ 3 സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ സോപ്പ് ബോക്സിൻ്റെ വീതി 3 സെൻറ്റിമീറ്റർ. സോ ഇതും നമ്മൾ 3 സെൻറ്റിമീറ്ററിൽ എടുക്കാം. എന്നിട്ട് ഇതുപോലെ റൗണ്ടിലാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിൽ റൗണ്ടിലാക്കിയിട്ട് ഇതിൻ്റെ ഏറ്റവും ബാക്കിലായി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ അപ്ലൈ മറക്കരുത് കേട്ടോ. ഇനി ഞാൻ വേറൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം കളർ പേപ്പർ ആയാലും മതി. ഇത് നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവർ ഒട്ടിച്ചു കൊടുക്കാം. ഇനി തുടങ്ങട്ടെ. ഉണങ്ങുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കി പണികൾ ചെയ്യാം. ഇവിടെയായിട്ട് വേറെ ഏതെങ്കിലും ഒരു കളർ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ ഫോം ഷീറ്റോ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ബട്ടൺസും ബാക്കി സാധനങ്ങളൊക്കെ വേറെ കളർ പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒരു റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും വരച്ചു കൊടുക്കാം. ഇനി വേസ്റ്റ് ബാസ്ക്കറ്റ് ആക്കാനായിട്ട് ഞാനിവിടെ ഒരു ഫോം ഷീറ്റിൽ കുറച്ച് ഹോളുകളൊക്കെ ഇട്ടിട്ടെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ റൗണ്ടാക്കി ഒട്ടിച്ചു കൊടുത്ത് നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റും റെഡിയായി. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ മിനി വാഷിംഗ് മെഷീൻ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ബാർബി ഡോൾ ഹൗസൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.